അറബ് രാഷ്ട്രങ്ങളുടെ സഹായങ്ങൾ, അറബ് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സ്രോതസ് തെല്ലൊന്നുമല്ല നമ്മുടെ കേരളത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. അറബ് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ കടമയാണ്, അത് നിലനിർത്തേൽ നമ്മുടെ ബാധ്യതയാണ് എന്നതിൽ തർക്കമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം, മുസ്ലിം ലോകം, മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, അവിടെയുള്ള പൗരന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ ഒരിക്കലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് കൃത്യമായ ഇടപെടലുകളോ അതിനെതിരെയുള്ള പ്രതിരോധങ്ങളോ ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കപ്പെടേണ്ടതില്ല. കാരണം നമുക്കറിയാം ഫലസ്തീനിൽ എത്ര കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെട്ടു പോയത്. ഫലസ്തീൻ പൗരന്മാരെ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ രാഷ്ട്രം ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ മിണ്ടിയിട്ടില്ല. അവരാൽ കഴിയുന്ന പ്രതിരോധം അവർ തീർത്തിട്ടില്ല. വാക്കുകളിൽ ഒതുങ്ങുന്നു എന്നല്ലാതെ, സഹായങ്ങളിൽ ഒതുങ്ങുന്നു എന്നല്ലാതെ, അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുക എന്നത് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മളാൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന് കൃത്യമായ പ്രതിഷേധങ്ങൾ അവരാൽ കഴിയുന്നത് അവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അറബ് രാഷ്ട്രങ്ങൾ അവരാൽ കഴിയുന്ന ഒരു പ്രതിരോധം തീർക്കുക എന്നത് ആവശ്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. എന്ന നിലക്കുള്ള ഒരു പ്രതിരോധം പോലും അറബ് രാഷ്ട്രങ്ങളിൽ നിന്നോ അതിൻ്റെ ലീഡേഴ്സിൽ നിന്നോ ഉണ്ടാകുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലോകം ആക്രമിക്കപ്പെടുമ്പോൾ, മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അറബ് രാഷ്ട്രങ്ങൾ കണ്ണു തുറക്കണം എന്നത് വളരെ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിലാർക്കും തർക്കമില്ലല്ലോ. അതേസമയം അറബ് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഒരു വിധത്തിൽ തകർന്നു പോകും എന്നതിൽ സംശയം ഇല്ല. അതിനോടൊപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് നല്ല ചങ്കൂറ്റത്തോടെ മുസ്ലിം ലോകത്തെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു തൻ്റേടത്തിന് വേണ്ടി, മനക്കരുത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും